ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെയധികം സങ്കടകരമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മക്കയിൽ നിന്നും മദീനയിലേക്ക് സന്ദർശനത്തിന് പോയ ബസ്, അതായത് അവരെല്ലാം ഹൈദരാബാദുകാരാണ്. മക്കയിൽ ഉംറ പൂർത്തിയാക്കിയതിനു ശേഷം മദീന സന്ദർശനത്തിന് പോയ ബസ്സാണ് ഒരു ടാങ്കർ ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് 42 പേര് മരിച്ചു എന്നാണ് ലേറ്റസ്റ്റ് വിവരം. ഒരാൾ രക്ഷപ്പെട്ടു എന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ കുറച്ച് കഴിഞ്ഞേ നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും ശരി, ഇന്നലെ രാത്രി 11 മണി, രാത്രി ഇവിടുത്തെ സമയം ജിദ്ദ ടൈം 11 മണിക്കാണ് അപകടം ഉണ്ടായത്. മദീനയിൽ എത്തുന്നതിന് മുമ്പ് യാമ്പു വഴിയാണ്, അതായത് മക്കയിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ജിദ്ദ വഴി മദീനയിലേക്ക് പോകുന്ന വഴിയാണ്, യാമ്പു വഴിയാണ് പോകുന്നത്. അപ്പോൾ ബദർ സന്ദർശനം കഴിഞ്ഞ് പോകാനായിട്ടാണ് അവരുടെ പരിപാടിയായിരുന്നത്. എത്തുന്നതിന് മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. ടാങ്കർ ലോറിയുമായിട്ട് ബസ് പരിപൂർണമായി കത്തി നശിച്ചു. 42 പേര്, അതിൽ 15 കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാണ് ലേറ്റസ്റ്റ് വിവരമൊന്നും കിട്ടുന്നത്. എല്ലാ ഉംറ കമ്പനികളും ഇതിനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഹൈദരാബാദ് സ്വദേശികളാണ്. മക്കയിലുള്ള ഉംറ പൂർത്തിയാക്കിയതിനു ശേഷം മദീന സന്ദർശനത്തിന് പോയതാണ്. എന്തായാലും അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അവരെ സ്വർഗത്ത് പ്രവേശിപ്പിക്കട്ടെ. അവർ നല്ല കാര്യത്തിന് വന്നതാണ്. എന്തായാലും അള്ളാഹു ഓരോരുത്തർക്കും, ഓരോ മനുഷ്യർക്കും അവരവരുടേതായ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിന് ആർക്കും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പോട്ട് കൊണ്ടുപോകാനോ പിന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുകയില്ല. മനുഷ്യർക്ക് ആർക്കും അതിന് കഴിയുകയില്ല. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മളാരും ഒന്നും കൊണ്ടുവരുന്നതല്ല. നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ആരും ഒന്നും കൊണ്ടുവരില്ല. അതുപോലെ തിരിച്ചു പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ല. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പടച്ച തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് എപ്പോഴും നമ്മൾ പടച്ചവനോട് ദുആ ചെയ്യണം. കാരണം മരണം എപ്പോഴും ഏത് രീതിയിലും വരാം. നല്ല മരണത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാ മുഅ്മിനീങ്ങളോടും എല്ലാ സത്യവിശ്വാസികളോടും പറയാനുള്ളത്. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാവർക്കും സമാധാനവും ഇത് നേരിടാനുള്ള മനസ്സാന്നിധ്യവും മനസ്സിന് കരുത്തും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ എല്ലാവരുടെയും ഇന്നത്തെ ഷെയർ ചെയ്യണം. കാരണം കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഈ മദീനയും മക്കയിൽ ഉംറ കഴിഞ്ഞിട്ടാണ് കൂടുതൽ ആൾക്കാരും മദീനയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ സന്ദർശനത്തിന് പോകുന്നുണ്ട് മദീനയിലേക്കൊക്കെ. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നാണ്. കാരണം ഓരോരുത്തരോ കുടുംബങ്ങൾ ഇപ്പോൾ എവിടെ നിന്ന് വന്നവരാണെന്നൊന്നും അറിയാൻ കഴിയില്ലല്ലോ. ഇതിപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും ഹൈദരാബാദുകാരായിരുന്നാലും ശരി, ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരായാലും ശരി, മരണം എന്ന് പറയുന്നത് ഒരു പരിധി വരെ ദുഃഖമുണ്ടാകും. പക്ഷേ മരണം എന്ന് പറയുന്നത് ഒരു സത്യമാണ്. കാലാകാലം ജീവിച്ചിരിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ മരണം എപ്പോഴും എങ്ങനെ ഒരു യാത്രയുടെ ഇടയിൽ തന്നെ ഉണ്ടാകാതിരിക്കാം, അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ശരി, അള്ളാഹു എല്ലാവർക്കും സമാധാനവും ദീനിയായ ജീവിതവും ദീനിയായ മരണവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.